ദൈവസന്നിധിയിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ആരാധന നമുക്ക് നൽകിയത് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ ദൈവമക്കളും കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വമുള്ള നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. സംഭവമായ ദിനങ്ങളിൽ ദൈവത്തിന്റെ കൃപയും ദൈവത്തിന്റെ കരുതലും അനുഭവിച്ച് സമാധാനത്തോടും സന്തോഷത്തോടും കൂടെ ആയിരിക്കാൻ ദൈവം നമ്മെ സഹായിച്ചു. ഈ വിശുദ്ധ ദിവസം ദൈവത്തിൽ നിന്ന് പ്രാപിച്ച നന്മകളെ ഓർത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ ആരാധനാലയത്തിൽ വന്ന് പാട്ടുപാടാനും പ്രാർത്ഥിക്കാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിപ്പാൻ കർത്താവ് നൽകിയ അവസരത്തിനാണ് ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളെല്ലാവരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. വ്യക്തിപരമായും കുടുംബമായും സഭയായും ഈ ആരാധന എല്ലാവർക്കും അനുഗ്രഹകരമാക്കി ദൈവം നൽകട്ടെ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. എത്രമാത്രം നന്ദിയുള്ള ഹൃദയം ദൈവസന്നിധിയിൽ നമുക്ക് അർപ്പിക്കാനായിട്ട് കഴിയുമോ അതിലാണ് ദൈവത്തിന്റെ പ്രസാദം പ്രാപിപ്പാൻ ദയായിത്തീരുന്നത്. എത്രമാത്രം ഹൃദയം ഏകാഗ്രമാക്കി നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് കഴിയുമോ, കണ്ണു നിറഞ്ഞ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാനായിട്ട് കഴിയുമ്പോൾ ആ പ്രാർത്ഥനയിലൂടെ ദൈവത്തിന്റെ വലിയ കാര്യങ്ങൾ നമുക്ക് അനുഭവിച്ചറിയാതെയായിത്തീരും. ദൈവത്തിന്റെ സ്തോത്രം. സഭയായി ദേശത്ത് ദൈവപുത്രത്തോളം നമ്മെ നിലനിർത്തിയ ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കാണ് സ്തോത്രം. വെല്ലുവിളികളും സമ്മർദ്ദങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ അഭിമുഖീകരിക്കുമ്പോഴും അതിൻ്റെ മധ്യത്തിൽ ദൈവം നമുക്ക് നൽകുന്ന പരിശുദ്ധാത്മാവിൻ്റെ സഹായവും വചനത്തിൻ്റെ വ്യാപാര ശക്തിയും എപ്പോഴും നമുക്കൊരു ബലമാകിയ ദൈവത്തെ വാഴ്ത്തുന്നു. അത് നന്നായി തിരിച്ചറിയുന്ന ദൈവമക്കൾക്കാണ് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിൽ നിന്ന് പ്രാപിച്ച സകല നന്മകളെയും എപ്പോഴും നമുക്ക് നന്ദിയോടെ ഓർക്കാനായിട്ട് കഴിയുന്നു. ആരാധനാലയത്തിൽ കടന്നു വരുമ്പോൾ നന്ദിയുള്ള ഹൃദയത്തോടെ വേണം ദൈവത്തെ ആരാധിക്കാനായിട്ട്. ഹല്ലേലൂയ. ആരാധനാലയത്തിൽ കടന്നു വരുന്നവരാരും വെറുതെ പോകാനിടയായി തീരരുത്. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുത്ത്, ദൈവത്തിന് കൊടുക്കേണ്ട പുകഴ്ച കൊടുത്ത്, ദൈവത്തിൽ നിന്ന് പ്രാപിക്കേണ്ട സ്വർഗീയ കൃപകൾ അനുഭവിച്ച് വേണം കടന്നു പോകുവാനായിട്ട്. ഓരോരുത്തർക്കും പറയാൻ കഴിയണം, ദൈവം എന്നോട് ഹൃദയമായി ഇടപെട്ടു, എനിക്കിന്ന് ദൈവശബ്ദം കേൾക്കാനായിട്ട് കഴിഞ്ഞു, പരിശുദ്ധാത്മാവിന്റെ വ്യാപാരം എനിക്ക് അനുഭവിച്ചറിയുവാനായിട്ട് കഴിഞ്ഞു എന്നുള്ള ഒരു പ്രത്യേക ആധ്യാത്മിക അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അതിനുവേണ്ടി ദൈവം സഹായിക്കട്ടെ എന്ന ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും പ്രാർത്ഥന ഞങ്ങൾക്കും കുടുംബമായിട്ട് വലിയ ആശ്വാസമായിരുന്നു. തുറന്നു പ്രാർത്ഥിക്കണമെന്ന് ഓർമ്മിക്കുന്നു. ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവിക സങ്കീർത്തനത്തിലൂടെ 97-ാം സങ്കീർത്തനത്തിലൂടെ നമ്മോട് സംസാരിക്കാനായി എല്ലാ ദൈവമക്കളും പ്രാർത്ഥിക്കുക. ഇന്ന് കേൾക്കുന്ന ഈ സങ്കീർത്തന പ്രബോധന സന്ദേശങ്ങളും തുടർന്ന് ഇതുപോലത്തെ സമയം നമ്മൾ കേൾക്കുന്ന ദൈവവചന സന്ദേശങ്ങളും നമ്മുടെ അകത്തെ മനുഷ്യൻ ഒന്നുകൂടി ആത്മാവിൽ ബലം പ്രാപിക്കാൻ കർത്താവ് സഹായിക്കുമാറാകട്ടെ. എത്രയെത്ര വചനത്തിലൂടെയാണ് ദൈവം നമ്മോട് ഹൃദയമായി ഇടപെടുന്നത്. പ്രാർത്ഥിക്കുമ്പോഴെല്ലാം ഇത് നമുക്ക് ഏറ്റു പറയാൻ കഴിയണം, കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ വചനത്തിനായ സ്തോത്രം, അങ്ങ് പ്രകാശിപ്പിച്ച് നൽകിയ ദൂതുകൾക്കായ സ്തോത്രം. ദൈവത്തിൻ്റെ എല്ലാ നടത്തിപ്പുകളെയും നമുക്ക് നന്ദിയോടെ ഓർക്കാനായിട്ട് കഴിയണം. സ്തോത്രം. 97-ാം സങ്കീർത്തനത്തിൽ അതിൻ്റെ പ്രാരംഭ ഭാഗങ്ങൾ വായിക്കുമ്പോഴുണ്ട് മശിഹായുടെ ഭരണകാലഘട്ടത്തെക്കുറിച്ചുള്ള ഒരു സങ്കീർത്തനമാണ്. ശരിക്കുമായി യേശു ലോകത്തിൻ്റെ രാജാവായിട്ട് 1000 ആണ്ട് വാഴുന്ന ആ സമത്വസുന്ദരമായിരിക്കുന്ന ഭരണത്തെക്കുറിച്ച് പ്രസ്താവിച്ചിരിക്കുന്ന ഒരു സങ്കീർത്തനത്തിൻ്റെ ഭാഗമാണ് ഇവിടെ ദൈവത്തിൻ്റെ ആത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 99-ാം സങ്കീർത്തനത്തിലും 93-ാം സങ്കീർത്തനത്തിലും ഈ 97-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്ന ആശയങ്ങളുടെ മറ്റു ചില ഭാഗങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. മശിഹായുടെ ഭരണത്തെക്കുറിച്ച് 1000 ആണ്ട് യേശു ഭൂമിയിൽ ഭരണം നടത്തുന്നതിനെ കുറിച്ച് പഴയ പ്രവാചകന്മാരിൽ വെച്ച് ഏറ്റവും കൂടുതൽ പറഞ്ഞിരിക്കുന്നത് യെശയ്യാ പ്രവാചകനാണ്. രാജാവ് നീതിയോടെ വാഴും, പ്രമുഖന്മാർ ന്യായത്തോടെ അധികാരം നടത്തുമെന്നുള്ള ആ ശ്രേഷ്ഠകരമായിരിക്കുന്ന കാര്യങ്ങൾ യെശയ്യാ പ്രവാചകൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ 97-ാം സങ്കീർത്തനത്തിലും പരിശുദ്ധാത്മാവ് സങ്കീർത്തനക്കാരൻ ആരാണെന്ന് കൃത്യമായി നമുക്ക് കാണാൻ കഴിയുന്നില്ല എങ്കിൽ അതിലുപരിയായി ഗ്രന്ഥകർത്താവിനെ കുറിച്ച് കൂടുതൽ നമ്മൾ അന്വേഷിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് അതിൽ എഴുതിയിരിക്കുന്ന ആത്മീയ സന്ദേശങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ഏറ്റെടുത്ത് കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്തുവാനായിട്ട് കഴിയണം. ദൈവത്തിന്റെ സ്തോത്രം. മശിഹായുടെ ഭരണകാലയളവിനെ കുറിച്ചുള്ള ഒരു സന്ദേശമാണ് ശരികമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇനി ആത്മീയ വീക്ഷണത്തിൽ ഈ സങ്കീർത്തനം വായിച്ച് ധ്യാനിക്കുമ്പോൾ ഓർക്കുക, നമ്മുടെ എല്ലാം ഹൃദയത്തിൽ ഒരു നല്ല രാജാവ് ഭരണം നടത്തുന്നുണ്ട്, ഇല്ലേ? ദൈവത്തിന്റെ സ്തോത്രം. ലോകത്തിന്റെ ഭരണം മശിഹ ഏറ്റെടുക്കുന്നത് പോലെ ഓരോ ക്രിസ്തു വിശ്വാസിയും അവരുടെ ഹൃദയം കർത്താവിന് വേണ്ടി വിട്ടുകൊടുക്കുന്ന സന്ദർഭം മുതൽ ഓരോ മനുഷ്യ ഹൃദയത്തിന്റെയും ഭരണം ഏറ്റെടുക്കുന്ന ഒരു ദൈവമുണ്ട്. യേശുവിനെ കർത്താവ് വായിക്കൊണ്ട് ഏറ്റുപറയുകയും
ദൈവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. അന്ന് മുതൽ നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിന്റെ ഭരണം ഈ രാജാവിന്റെ കയ്യിലാണ്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഇനി ജീവിക്കുന്നത് ഞാനല്ല, എന്നിൽ ക്രിസ്തു അത്രയേ ജീവിക്കുന്നത്. ക്രിസ്തുവാണ് ജീവിക്കുന്നത്. അപ്പൊ സ്വയമായ ചിന്തകളെല്ലാം അവിടെ മാറിയിട്ട് സമ്പൂർണമായി ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. ഇന്ന് ഈ ആരാധനാലയത്തിൽ വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കളും ഓർക്കുക, ഈ സങ്കീർത്തന പ്രബോധനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകി തരുന്ന സന്ദേശം, എന്നാണോ മശിഹായെ നമ്മുടെ ഹൃദയത്തിന്റെ രാജാവായി, രക്ഷകനായി, കർത്താവായി നമ്മൾ ഏറ്റെടുത്തത്, അന്നു മുതൽ കർത്താവ് നമ്മോട് കൂടെ ഉണ്ടെന്ന് നല്ല ബോധ്യമുള്ള ദൈവമക്കൾക്കായി സ്തോത്രം ചെയ്യുകയാണ്. ക്രൈസ്തവം നമ്മുടെ ജീവിതത്തിൽ ആ മശിഹായുടെ ആ ഭരണത്തിനനുസരിച്ച് നമ്മെ തന്നെ വിധേയപ്പെടുത്തി, നമ്മെ തന്നെ സമർപ്പിച്ച് പിന്നെയും നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയണം. കർത്താവിന്റെ സ്തോത്രം. അപ്പോൾ മശിഹായുടെ ഭരണത്തിന്റെ പ്രത്യേകതകളിൽ പല കാര്യങ്ങളും ഇവിടെ കൊടുക്കുന്നതിന് ഞാൻ അതിൽ നിന്ന് ഇന്നത്തെ നമ്മുടെ സമയത്തിന്റെ പരിധിയിൽ സങ്കീർത്തന ധ്യാനത്തിനും പഠനത്തിനും വിചിന്തനത്തിനുമായി പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിലേക്ക് കൊണ്ടുവന്ന ഒരു 2-3 ആശയങ്ങളുണ്ട് ഇവിടെ കിടക്കുന്ന കാര്യങ്ങളിൽ നിന്ന്. അത് ഞാൻ എന്റെ ഹൃദയത്തിൽ നൽകിയ പ്രകാശനത്തിനനുസരിച്ച് ഞാൻ അതേ മുഴുവൻ പറയാവുന്നതിന്റെ 97-ാം സങ്കീർത്തനത്തിന്റെ 3-ാമത്തെ വാക്യം കണ്ടോ. മശിഹ വാഴുന്ന സന്ദർഭത്തിൽ വാഴുന്ന മശിഹായെ കുറിച്ച് പറയുമ്പോൾ പറഞ്ഞിരിക്കുകയാണ്, തീ അവന് മുമ്പായി പോകുന്നു. വിശുദ്ധ ബൈബിൾ നമ്മൾ വായിക്കുമ്പോൾ ദൈവ സാന്നിധ്യം എവിടെയെല്ലാം വെളിപ്പെട്ടിട്ടുണ്ടോ അവിടെയെല്ലാം ദൈവ സാന്നിധ്യത്തിന്റെ പ്രതീകമായി തീ വന്നിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകം നമ്മൾ വായിച്ചു പഠിക്കുമ്പോൾ പാപം ചെയ്ത ആദം ഹവ്വമാരെ ഏദൻ തോട്ടത്തിൽ ദൈവം പുറത്താക്കി. സ്വർഗീയ മാലാഖമാരുടെ ഗണത്തിൽപ്പെട്ടിരിക്കുന്ന കെരൂബ് എന്ന് പറയുന്ന ഒരു ദൂത സംരക്ഷണ വിഭാഗത്തിൽ വരുന്നതാണ്. ആ കെരൂബിനെ ഏദൻ തോട്ടത്തിന്റെ സംരക്ഷകരായിട്ട് ദൈവമാക്കി എന്ന ഉൽപ്പത്തി പുസ്തകത്തിലുണ്ട്. ആ കെരൂബിന് കൊടുത്ത ആയുധത്തെ കുറിച്ച് വായിക്കുമ്പോഴും ഓരോ സംരക്ഷകർക്ക് ഓരോ ആയുധമുണ്ട്. പോലീസുകാരാണെങ്കിലും പട്ടാളക്കാരാണെങ്കിലും അതുപോലെ തന്നെ വിവിധ സായുധ സേനാംഗങ്ങളാണെങ്കിൽ അവർക്കൊക്കെ ആയുധം കൊടുത്തിട്ടുണ്ട്. അവരുടെ ജോലിയുടെ ഭാഗമായിട്ടാണ് അത് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഏദൻ തോട്ടത്തിന്റെ സംരക്ഷണം കെരൂബിനെ ഏൽപ്പിച്ചപ്പോഴും കെരൂബിന്റെ കയ്യിലേക്ക് ഒരു ആയുധം കൊടുത്തു. അതെന്താണെന്ന് ദൈവമക്കൾക്ക് എല്ലാവർക്കും അറിയാം. തിരിയുന്ന വാളിന്റെ ജ്വാലയുമായിട്ടാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു വാള്, തിരിയുന്ന വാള. വാളയിൽ എന്തുണ്ടെന്ന് അറിയാമോ? ജ്വാല തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ തീ കറങ്ങുന്ന ഒരു വാളാണ് ആ കെരൂബിന്റെ കയ്യിൽ സംരക്ഷണത്തിന് വേണ്ടി ദൈവം കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഏദൻ തോട്ടത്തിന്റെ സംരക്ഷകനായിട്ട് ഒരു കെരൂബ് അവിടെ നിൽക്കുമ്പോൾ ആ കെരൂബിന്റെ കയ്യിൽ ജ്വലിച്ചു പ്രകാശിക്കുന്ന തിരിയുന്ന തീച്ചുവാലയുടെ ഒരു വാളുണ്ട്. അതെന്താണ് പ്രതിദാനം ചെയ്യുന്നതെന്ന് അറിയാമോ? ആ കെരൂബ് ഒരു സാധാരണക്കാരനല്ല, ദൈവത്തിന്റെ പ്രതിനിധിയായിട്ടാണ് ദൈവത്തിന്റെ തോട്ടമാകുന്ന ഏദന്റെ സംരക്ഷകനായിട്ട് അവിടെ നിൽക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു സാധാരണ കെരൂബ് ആണെങ്കിൽ സാത്താന്യ ശക്തി അവിടെ വീണ്ടും വന്നിട്ട് ആദ്യം ഹവ്വയെ ഉപായത്താൽ ചതിച്ചു. പക്ഷെ ഇവിടെ കെരൂബിനെ ഉപായം കൊണ്ടല്ല ചതിക്കുന്നത്. കെരൂബിനോട് ഒരുപക്ഷെ അക്ഷരീകമായിട്ട് ഏറ്റുമുട്ടും, ശക്തനായിട്ട് ഏറ്റുമുട്ടും. എന്നാൽ പിന്നീട് സാത്താന്യ ശക്തി അങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടി ഒരു സാധാരണ കെരൂബല്ല, തിരിയുന്ന ജ്വാലയുമായി വാളുമായിട്ട് അവിടെ നിൽക്കുകയാണ്. അപ്പൊ ദൈവ സാന്നിധ്യത്തിന്റെ പ്രതീകം നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. മോശയ്ക്ക് പ്രത്യക്ഷമായ ഹോരേബ് പർവ്വതത്തെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ അവിടെയും ദൈവ സാന്നിധ്യത്തിന്റെ പ്രതീകമായിരിക്കുന്ന ഒരു തീ അവിടെയുണ്ട്, അല്ലേ? ഉൾപ്പടർപ്പിന്മേൽ എന്ത് വന്നെന്നറിയാമോ? തീ വന്നു. പക്ഷെ ആ തീ നശിപ്പിക്കുന്ന തീയല്ല, ആ തീ സംരക്ഷണത്തിന്റെയും നിലനിൽപ്പിന്റെയും ഒരു തീയാണ്. കർത്താവിന്റെ സ്തോത്രം. മോശ അതുവരെ കണ്ടിട്ടുള്ള തീയല്ല, കത്തിയിരിക്കുന്ന തീയാണ്, ചാമ്പലാക്കുന്ന തീയാണ്, ചാരമായി അവശേഷിപ്പിക്കുന്ന തീയാണ്. എന്നാൽ ഒരു അവശേഷിപ്പല്ല അവിടെ കാണാൻ കഴിയുന്നത്. ഒരു വേദനാജനകമായ സാഹചര്യമല്ല അവിടെ കാണാനായിട്ട് കഴിയുന്നത്. ദീർഘനേരം ആ തീ കത്തുന്നുണ്ട് എങ്കിലും അതെല്ലാം സംരക്ഷിക്കപ്പെട്ടു തന്നെ അവിടെ നിൽക്കുകയാണ്. ദൈവ സാന്നിധ്യത്തിന്റെ പ്രതീകമായ തീ അവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്.
യെഹെസ്കേൽ പ്രവചനം 1-ാം അധ്യായം വായിച്ചു പഠിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നു, ഇസ്രായേൽ മക്കൾ ബാബേൽ പ്രവാസത്തിലാണ്. കഷ്ടതയെന്ന കഠിന ശോധനയിലൂടെ അവർ കടന്നു പോവുകയാണ്. വീട് വിട്ട്, നാട് വിട്ട്, ഉറ്റവരെ വിട്ട്, ഉടയവരെ വിട്ട്, അന്യദേശത്ത് പരദേശ പ്രയാണം ചെയ്ത് അവരായിരിക്കുന്ന സന്ദർഭത്തില് യെഹെസ്കേൽ പ്രവാചകനിലൂടെ ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തുന്ന ഒരു ദൈവ സാന്നിധ്യത്തിന്റെയും ദൈവിക പ്രത്യക്ഷതയുടെയും ദൈവ തേജസ്സിന്റെയും പ്രതീകമായ ഒരു തേജസ്സുള്ള തീയെ കുറിച്ച് യെഹെസ്കേൽ പ്രവചനം 1-ാം അധ്യായത്തിൽ വായിക്കാനായിട്ട് കഴിയുന്നുണ്ട്. ഇങ്ങനെ വേദപുസ്തകത്തിൽ ദൈവ സാന്നിധ്യത്തിന്റെ പ്രതീകമായിരിക്കുന്ന ഭാഗങ്ങൾ എല്ലാം നമ്മൾ ചേർത്ത് പഠിക്കുമ്പോഴെല്ലാം എവിടെ ദൈവ സാന്നിധ്യമുണ്ടോ ആ ദൈവ സാന്നിധ്യത്തിന്റെ ഉള്ള ബന്ധത്തിൽ തീയെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. അങ്ങനെ നമ്മൾ ചേർത്ത് വായിച്ചു പഠിക്കുമ്പോൾ 97-ാം സങ്കീർത്തനത്തിലും അത് തന്നെയാണ് ദൈവത്തിന്റെ ആത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവം വാഴുന്നിടത്ത്, യഹോവ ഭരണം നടത്തുന്നിടത്ത് മുമ്പിൽ എന്ത് പോകുന്നെന്നാണ് പറയുന്നത്? തീ പോകുന്നു. ഇനി ഇതിന്റെ ആത്മീയ വീക്ഷണത്തിലേക്ക് ശ്രദ്ധിക്കുക നിങ്ങൾ എല്ലാവരും. ക്രിസ്തുവിനെ രാജാവായി ഹൃദയത്തിൽ സ്വീകരിക്കുന്ന ഒരു ഹൃദയത്തിന്റെ ഭരണം നടത്തുന്ന ദൈവമാണെങ്കിൽ എല്ലാ പ്രിയപ്പെട്ടവരും ഓർക്കുക, ആ ക്രിസ്തു വിശ്വാസിയുടെ മുമ്പിൽ ഒരു തീയുണ്ട്. ഒരു തീയുണ്ട്. അത് എന്തിനു വേണ്ടിയാണെന്ന് അറിയാമോ? അത് വേദനിപ്പിക്കാനുള്ള തീയല്ല, ആ ക്രിസ്തു വിശ്വാസിയെ മുമ്പോട്ട് നയിക്കുന്ന ഒരു തീയാണ്. എത്ര പേർക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് കഴിയും? എനിക്ക് എന്റെ സ്വയശക്തി കൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് കഴിയില്ല. ഞാനാകുന്ന വ്യക്തിത്വത്തെ, എന്നെ മുന്നോട്ട് നടത്തുന്നത് ഞാനല്ല. അതല്ലേ പൗലോസ് പറയുന്നത്, ഇനി ജീവിക്കുന്നത് ഞാൻ അല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. ഈ സ്വർഗീയ തീയുടെ ആ ഒരു പ്രചോദനം കൊണ്ട് ഓരോ ക്രിസ്തു വിശ്വാസിക്കും ആത്മാവിൽ മുന്നോട്ട് പോകുവാനായിട്ട് കഴിയുന്നുണ്ട്. അതിലെ ഓരോരുത്തരും സാക്ഷി പറയുന്നത്, 10 കൊല്ലം കൊണ്ട് ഇവിടെ വരെ എത്തി, ഓർത്താ പേടിയാ, പക്ഷെ ദൈവം നടത്തി. കഴിഞ്ഞകാല ആ കഷ്ടതയുടെ തീച്ചുളയെ കുറിച്ചൊക്കെ ഒന്ന് ഓർക്കുമ്പോൾ ദൈവമേ എങ്ങനെ ഇവിടം വരെ എത്തി. നേരിട്ട് സാക്ഷി പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഓർത്താ പേടി. എന്റെ ഭാഷ ഇപ്പൊ ഞങ്ങൾ ഓർക്കാറില്ല. അതൊന്നും ആ പിന്നിട്ട് വന്ന മേഖലകൾ, ഇല്ലായ്മയുടെയും ബുദ്ധിമുട്ടിന്റെയും കഷ്ടതകളുടെയും പരാധീനതകളുടെയും ഭാരങ്ങളുടെയും കിടപ്പാടമില്ലാഞ്ഞതിന്റെയും ഒത്തിരി 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 പരിമിതികളുടെ മധ്യത്തിലും പരിശുദ്ധാത്മാവിന് പറയുവാനായിട്ട് കഴിയുന്നുണ്ട്, ക്രിസ്തുവിനെ ഹൃദയത്തിൽ രാജാവായിട്ട് അംഗീകരിച്ച ഒരു ദൈവ പൈതൽ വേണ്ടതുപോലെ അറിഞ്ഞില്ലെങ്കിലും അവരെ മുമ്പിൽ ഉണ്ടായിരുന്ന ഒരു സ്വർഗീയ അഗ്നി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ മുമ്പിലെത്താനായിട്ട് കഴിഞ്ഞത് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അതുകൊണ്ട് ഓരോ ക്രിസ്തു വിശ്വാസിയുടെയും ഹൃദയത്തിൽ കർത്താവ് ഉണ്ടെങ്കിൽ, രാജാവായിട്ട് യേശു ഉണ്ടെങ്കിൽ, അവരുടെ മുമ്പിൽ എന്തെന്ന് അറിയാമോ? ഒരു സ്വർഗീയ അഗ്നിയുണ്ട്. അതിനനുസരിച്ച് അവർക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയും. രണ്ടാമതൊരു വാക്ക് കൊടുത്തിരിക്കുന്നത് 4-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഒരു ആശയമുണ്ട്. 4-ാമത്തെ വാക്യത്തിൽ അടുത്ത് പറയുകയാണ്, നിന്റെ മിന്നലുകൾ ഭൂതലത്തെ പ്രകാശിപ്പിക്കുന്ന യഹോവയുടെ വാഴ്ചയുള്ള ആ വാഴ്ചയുടെ പ്രത്യേകതയെ കുറിച്ച് പറയുമ്പോൾ രണ്ടാമത്തെ സവിശേഷത പറയുകയാണ്, പ്രകാശം വരുത്തുന്ന മിന്നലുകളുണ്ട്. മിന്നൽ എപ്പോഴും ഉണ്ടോ? ഇല്ല. അപ്രതീക്ഷിതവും അവിചാരിതവുമായിട്ടാണ് എന്തുണ്ടാകുന്നത്? മിന്നൽ ഉണ്ടാകുന്നത്. ആത്മീയമായി ധ്യാനിച്ചു പഠിക്കുമ്പോൾ ഇതാണ്, ഒരു ക്രിസ്തു വിശ്വാസി മുന്നോട്ട് പോകുമ്പോൾ ഈ ലോകത്തിന്റെ വ്യവസ്ഥിതികളെല്ലാം ഇരുളിന് തുല്യമാണ്. അല്ല, ഈ ലോകം ആരെ ഏൽപ്പിച്ചിരിക്കുകയാണെന്ന് അറിയാമോ? പിശാചിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. സാത്താൻ എന്ന് പറയുന്നത് തന്നെ ഇരുളിന്റെ പ്രതീകമാണ്. ഹല്ലേലൂയ. പക്ഷേ പലവിധത്തിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും വേദനകളും ഇരുൾ നിറഞ്ഞ സാഹചര്യങ്ങളിലൂടെ അവർ മുന്നോട്ട് പോകുമ്പോൾ മശിഹ ഹൃദയത്തിന്റെ രാജാവായിട്ടുണ്ടെങ്കിൽ ഓർക്കേണ്ട ഒരു കാര്യം ഇതാണ്, അപ്രതീക്ഷിതവും അവിചാരിതവുമായി ദൈവത്തിന്റെ പ്രകാശമാകുന്ന മിന്നലുകൾ വന്നിട്ട് അവർക്ക് ആത്മാവിൽ ലക്ഷ്യത്തിലെത്തുവാനിടയായി തീരും. അവരെ കാണുന്നവർ പറയും അവർ ഇരുളിലാണെന്ന് പറയും. ഇനി അവരെങ്ങനെ മുന്നോട്ട് പോകുമെന്ന് പറയും. മിന്നൽ എപ്പോഴും ഇല്ല, മിന്നൽ അപ്രതീക്ഷിതമായിട്ടുണ്ടാകുന്നതാണ്.
ഒരുപക്ഷെ അത് പ്രതീക്ഷിക്കുന്ന സമയത്താകണമെന്നില്ല. ദൈവത്തിന്റെ സ്തോത്രം. മനുഷ്യന്റെ കണക്കൂട്ടലുകൾ പോലെ ആകണമെന്നില്ല. ഇതുപോലെ നമ്മുടെ ചിന്തകൾക്കും നമ്മുടെ വിചാരങ്ങൾക്കും അപ്പുറമായ രീതിയിൽ നമുക്ക് വേണ്ടി ഒരു സ്വർഗീയ പ്രകാശനം നൽകി നമ്മെ ലക്ഷ്യത്തിൽ എത്തിക്കുന്ന ഒരു നല്ല കർത്താവ് നമ്മോട് കൂടെ യാത്ര ചെയ്യുന്നുണ്ട്. നമുക്കത് വിശ്വസിപ്പാനായിട്ട് കഴിയണം. ദൈവത്തിന്റെ സ്തോത്രം. എന്നെ ലക്ഷ്യത്തിൽ എത്തിക്കുവാൻ ദൈവത്തിന്റെ ഒരു പ്രകാശം ഉണ്ടാകും. എന്റെ തലമുറയെ എത്തിക്കുവാൻ ദൈവത്തിന്റെ ഒരു പ്രകാശം ഉണ്ടാകും. ഒരു നന്മയുടെ പ്രകാശം ഉണ്ടാകും. ഒരു വിടുതലിന്റെ പ്രകാശം ഉണ്ടാകും. ഒരു സൗഖ്യത്തിന്റെ പ്രകാശം ഉണ്ടാകും. ഹല്ലേലൂയ. ഒരു സാമ്പത്തിക അഭിവൃദ്ധിയുടെ ഒരു പ്രകാശം ഉണ്ടാകും. ദൈവത്തിന്റെ സ്തോത്രം. അതിന്റെ കാരണം എന്റെ ഹൃദയത്തിൽ യേശു രാജാവായിട്ടുണ്ടെങ്കിൽ അത് വരാതിരിക്കത്തില്ല. ദൈവത്തെ മഹത്വപ്പെടുത്തണം. അത് വരും നിശ്ചയമെന്ന് വിശ്വസിച്ച് ദൈവത്തെ ആരാധിപ്പാനായിട്ട് കഴിയണം. കർത്താവിന്റെ സ്തോത്രം. അപ്പൊ നിന്റെ മിന്നലുകൾ എന്തിനാണ് വരുന്നത്? ഭൂതലത്തെ പ്രകാശിപ്പിക്കുവാനായിട്ടാണ്. അപ്പൊ തീ മുമ്പിൽ പോകുന്ന തീയ് പ്രകാശിപ്പിക്കുന്ന മിന്നല്. ഇവിടെ ഓർത്തോളം, ലോകത്തിലെ സ്വാഭാവികമായ എല്ലാ മിന്നലുകളും അപകടകാരിയാണ്, അല്ലേ? ലോകത്തിൽ ഉണ്ടാകുന്ന സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന അപ്രതീക്ഷിതമായ കാലാവസ്ഥയുടെ വ്യതിയാനങ്ങൾക്കനുസരിച്ച് ഉണ്ടാകുന്ന എല്ലാ മിന്നലുകളും ഏതാണ്? അപകടകാരികളാണ്. പക്ഷേ ദൈവത്തിന്റെ മിന്നൽ എന്ന് പറയുന്നത് അപകടകാരിയല്ല. അത് നശിപ്പിക്കാനല്ല വരുന്നത്, അത് കരിച്ചു കളയാനല്ല വരുന്നത്, അത് വേദനിപ്പിക്കാനല്ല വരുന്നത്, ചുട്ടുകളയാനല്ല വരുന്നത്. ലോകത്തിലേക്ക് വരുന്ന ആകാശത്തിലെ മിന്നലുകളെല്ലാം കെട്ടിടങ്ങൾക്ക് കേടുപാട് വരുത്തുന്നു, അത് കരിച്ചു കളയുന്നു, വിള്ളൽ വീഴ്ത്തുന്നു, മനുഷ്യന്റെ മേൽ വന്നു. നിന്ന നിൽപ്പിൽ മനുഷ്യൻ താഴെ വീണ് മരിച്ചു. വലിയ കാവലായ പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന വലിയ 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 മരങ്ങൾ പോലും നിന്ന നിൽപ്പിൽ നിന്ന് മിന്നലേറ്റ് കത്തുന്നു. അപ്പൊ ലോകത്തിലെ മിന്നലുകൾ എന്ന് പറയുന്നത് എല്ലാം നാശനഷ്ടമാണ്, എല്ലാം വേദനയാണ്, എല്ലാം മരണകരമാണ്, എല്ലാം ദുഃഖകരമാണ്. എന്നാൽ ദൈവത്തിന്റെ മിന്നൽ എന്ന് പറഞ്ഞിരിക്കുന്നത് പരിശുദ്ധാത്മാവ് പറയുകയാണ്, ഒരു പ്രകാശം തരാൻ വേണ്ടിയാണ്, പ്രകാശം തരാൻ വേണ്ടിയാണ്. ഇതുപോലെ ദൂരത്തെടുത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഇരുൾ അടഞ്ഞു നിൽക്കുന്ന വിഷയങ്ങൾ ഉണ്ടെങ്കിൽ ആത്മാവിൽ നമുക്ക് പറയാനായിട്ട് കഴിയണം, മശിഹായുടെ ഭരണത്തോടുള്ള ബന്ധത്തിൽ വെളിപ്പെടുന്ന ആ മിന്നല് എന്റെ ജീവിതത്തിൽ വേദനയായിട്ടല്ല, എന്നെ മുന്നോട്ട് വിടുവാൻ കഴിയുന്ന ഒരു സ്വർഗീയ പ്രകാശമായിട്ട് വെളിപ്പെടുത്താൻ ദൈവം കഴിവുള്ളവനാണ്. നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുകയാണ്. അടുത്തൊരു വാക്കും കൂടെ ഈ പഠനത്തിൽ ധ്യാനത്തിൽ എന്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് ഒരു പ്രകാശനമായിട്ട് കൊണ്ടുവന്നു. അതിങ്ങനെയാണ് 5-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വാക്യം 5. പർവ്വതങ്ങളൊക്കെ മെഴുകുപോലെ ഉരുകുകയാണ്. ഞാൻ ചരിത്രത്തിലേക്ക് പോകുന്നില്ല, അവിടെ ആത്മീയ വീക്ഷണത്തിൽ എടുക്കുകയാണ്. ഒറ്റ വാക്യം വളരെ ലളിതമായിട്ട് പറയാം. മശിഹ ഹൃദയത്തിൽ രാജാവായിട്ടുണ്ടെങ്കിൽ ഒരു പർവ്വത സമാനമായ പ്രശ്നത്തിനും നമ്മെ തടയാൻ കഴിയത്തില്ല. ഈ മശിഹ ഹൃദയത്തിൽ രാജാവായിട്ടില്ലെങ്കിൽ പല പല പർവ്വതങ്ങളും മുമ്പിൽ വന്ന് നിൽക്കും, പല പല തടസ്സങ്ങളും മുമ്പിൽ വന്ന് നിൽക്കും. അപ്പൊ സകല പർവ്വതങ്ങളും തടസ്സമായി നിൽക്കുന്ന സകല പർവ്വതങ്ങളും മെഴുകു പോലെ ഉരുകി മാറണമെങ്കിൽ ദൈവത്തിന്റെ ആത്മാവിന് പറയാൻ കഴിയുന്ന ഒറ്റ സന്ദേശം ഇതാണ്: മശിഹ നമ്മുടെ ഹൃദയത്തിൽ നന്നായി രാജാവായി വാഴട്ടെ. ഈ സന്ദേശം നമുക്ക് നൽകി തരുന്ന രക്ഷയുടെ പവിത്രതയിൽ കർത്താവിന് വേണ്ടി നമുക്ക് നിലനിൽപ്പാനായിട്ട് കഴിയണം. രക്ഷയെ നഷ്ടമാക്കരുത്. ഏതോ കാലത്ത് രക്ഷിക്കപ്പെട്ടു എന്ന് വിചാരിച്ച്, ഏതോ കാലത്ത് ഹൃദയത്തിലേക്ക് യേശുവിനെ ക്ഷണിച്ചു എന്ന് വിചാരിച്ച്, കുറച്ചു കാലത്ത് ഹൃദയത്തിൽ ഉണ്ടായിരുന്നു എന്ന് വിചാരിച്ച് നമ്മുടെ സ്വന്തം വഴികളിലൂടെ മുന്നോട്ട് പോയാൽ ഒരിക്കലും ഈ വിധ നന്മകളും അനുഗ്രഹങ്ങളും നമുക്ക് അനുഭവിച്ചറിയുവാനായിട്ട് കഴിയുകയില്ല. സങ്കീർത്തനക്കാരൻ പറയുന്ന പോലെ, ഞാൻ ഉള്ള കാലത്തോളം ദൈവത്തെ മഹത്വപ്പെടുത്തുമെന്ന് പറയുന്ന പോലെ, എത്ര കാലം ഈ ശരീരത്തിൽ നമ്മളായിരിക്കുന്നുവോ അത്രയും കാലം നമ്മുടെ ഹൃദയത്തിന് രാജാവ് യേശുവായിരിക്കട്ടെ, നമ്മുടെ കർത്താവ് യേശുവായിരിക്കട്ടെ. ആത്മനിറവിൽ നമുക്ക് പറയാനായിട്ട് കഴിയട്ടെ, ആ
ബന്ധത്തിൽ നിന്ന് ഒരു ശക്തിക്ക് പിന്തിരിപ്പിക്കാൻ കഴിയരുതേ കർത്താവ്. ഏതെല്ലാം സാഹചര്യങ്ങൾ ജീവിതത്തിൽ മാറി 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 വന്നാലും താൽക്കാലികമായി സാഹചര്യങ്ങളല്ല എനിക്ക് വലുത്. അങ്ങനിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാതെ, അങ്ങയുടെ സഹിത്വത്തിൽ നിന്ന് മാറി പോകാതെ, അങ്ങയുടെ ഭരണമിൽ നിന്ന് മാറി പോകാതെ, അങ്ങയുടെ സ്നേഹമിൽ നിന്ന് കുറഞ്ഞു പോകാതെ അത് നിലനിർത്തി കൊണ്ടുപോകുവാൻ ആവശ്യമായ കൃപ നൽകുമാറാകണമെന്ന് ആത്മാവിൽ നമുക്ക് പ്രാർത്ഥിക്കാം. അത് നൽകി തരാൻ ദൈവം കഴിവുള്ളവനാണ്. ഈ മൂന്നാത്മീയ ചിന്തകൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ? രാജാവായ ഹൃദയത്തിലുണ്ടെങ്കിൽ എന്റെ മുമ്പിൽ പോകും തീ, ദൈവത്തിന്റെ തീ നമ്മുടെ മുമ്പിൽ പോകും. അത് മുന്നോട്ട് പോകാൻ നമുക്ക് പ്രചോദനമാണ്. രാജാവായി നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ മിന്നലുകൾ നമ്മുടെ ജീവിതത്തിൽ വരികയും ഇരുള് മാറി നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയും. രാജാവായി നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ ഒരു പർവ്വതത്തിനും നമ്മുടെ മുമ്പിൽ തടസ്സമായി നിൽക്കാനായിട്ട് കഴിയുകയില്ല. ഉരുകേണ്ടതിനെ ഉരുക്കി മാറ്റി നമ്മെ ലക്ഷ്യത്തിലെത്തിക്കുവാൻ ദൈവം കഴിവുള്ളവനാണ്. ഉരുകുന്നത് നമ്മുടെ കഴിവ് കൊണ്ടല്ല, നമ്മുടെ ശക്തി കൊണ്ടല്ല, നമ്മിൽ വ്യാപരിക്കുന്ന ആത്മാവിന്റെ അഭിഷേകം കൊണ്ടാണ്. ഈ ചിന്തകൾ നമുക്കൊരു പ്രചോദനമായി തീരട്ടെ. പരിശുദ്ധാത്മാവ് നമ്മെ ബലപ്പെടുത്തട്ടെ. ഈ വചനങ്ങളാൽ കർത്താവ് എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ.